remain forever unto the last moment of your life, to the last breath he will remain. പക്ഷേ ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മൾ ഈ അശുദ്ധമല്ലാത്ത ഒരു എൻവയോൺമെന്റ് ഉണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തണം. എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഉപദേശം ഇതാണ്: വീട്, പരിസരം, ശരീരം ഇതെല്ലാം വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. എപ്പോഴും അത് ഈ പരിശുദ്ധിയുടെ ഒരു റിക്വയർമെന്റ് ആണ്. വീടൊക്കെ ഇങ്ങനെ അളിച്ചു വാരി ഇടരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. യു മസ്റ്റ് ബി വെരി പർട്ടിക്കുലർ ദാറ്റ് യു ആൻഡ് യുവർ സറൗണ്ടിങ്സ് ആർ വെരി ക്ലീൻ. ചുമ്മാ കയറി ഇറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. അതൊക്കെ എല്ലാത്തിനും ഒരു പരിഭാവനത വേണം. അങ്ങ് അഴിച്ചു വിട്ട കന്നാലിക്കൂട് പോലെ ആവരുത്. വീടും അങ്ങനെ ആവരുത്, പള്ളി അങ്ങനെ ആവരുത്. പള്ളിയൊക്കെ ശ്രദ്ധിക്കണം. ഓരോരുത്തർക്ക്, അച്ഛനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തരും ശ്രദ്ധിക്കണം. കന്നാലിക്കൂട് പോലെ ആവരുത്. അതായത് ചിലയിടത്ത് കയറുമ്പോൾ അറിയാം കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന്. കർത്താവ് ഉണ്ടെന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പലയിടത്തും കർത്താവൊന്നും ഇല്ല. കർത്താവ് ഉണ്ടെന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എസെക്കിയേൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വം ദേവാലയം വിട്ട് പണ്ടേ പോയി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളാരും മലമറിക്കാനൊന്നുമില്ല. ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, എന്ത് കാര്യമാണെങ്കിലും, ഒരു ദൈവികമായ കാര്യമാണെങ്കിൽ അതിൻ്റെതായ ഒരു പരിശുദ്ധിയും ഒരു ഒരുക്കവും, ഇറ്റ് ഹാസ് ടു ബി ക്ലീൻ. ഒന്നാമത്തെ കാര്യം ക്ലീൻ ആയിരിക്കണം. എന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുകയാണ്, അശുദ്ധമല്ലാത്ത എന്തെങ്കിലും ഒന്ന്, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഇടയിൽ കണ്ടിട്ട് ദൈവമായ കർത്താവ് അകന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ പാളയം